ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. ഓണം എക്സാം ആണ് വരുന്നത്. ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ രണ്ടും ഇതിലുണ്ടായിരിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ എല്ലാത്തിൻ്റെയും ചെയ്യുന്നതാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ എക്സാം നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ആദ്യം ചോദ്യങ്ങൾക്കുള്ള, അതായത് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എഴുതി നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കിയാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാം എഴുതുന്നൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് സമയം, 40 മാർക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ വരുന്ന ആദ്യ ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. അതിനെ അനുബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ എഴുതുക. അപ്പം നമ്മുടെ പാസേജ് വായിക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ. ഇൻ ദ ഈവനിങ് when the sun was setting, Chibi sat alone near the edge of the village. He was thinking of how he could learn from the world around him. A small bird flew past and he watched it for a while. He had a strange feeling that he wanted to be with the bird, free and carefree. Okay, അപ്പോൾ ഇതാണ് ആ ഒരു പാരഗ്രാഫ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്: Where was Chibi sitting? ചിബി എവിടെയാണ് ഇരിക്കുന്നത്? What did Chibi want to be like? ചിബിക്ക് എന്താണ് ആണെന്ന് ചിബി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. Why did Chibi feel like the bird? ബേർഡ് ആയിട്ട് ഫീൽ ചെയ്യണത് എന്തുകൊണ്ട്? Find the opposite of carefree in the passage. Carefree എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. From which lesson is this passage taken? ഏത് ലെസണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്? ഇതാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ. ആ പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതിയാകും. ഇതിന് 5 മാർക്കാണ്. അടുത്തത് വൊക്കാബുലറി ആൻഡ് ഗ്രാമറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Choose the correct word to complete the sentences. The sky was dash this morning. The boy is dash very fast. Chibi had a dash talent. The village is far dash the town. ആൻസർ 2 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ബ്ലൂ ഗ്രീൻ ആണോ, റണ്ണിങ് റൺസ് ആണോ, സ്പെഷ്യലി ആണോ, ഫ്രം എവേ ആണോ എന്നൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് ആലോചിച്ച് ആൻസർ ചെയ്യുക. അടുത്തത് fill in the blanks with correct form of the verb. അപ്പോൾ വെർബ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ വെർബിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യണം. ഹി ഡാഷ് ഇൻ ദ ഫീൽഡ് എവറി ഡേ. പ്ലേ എന്ന് പറയുന്നത് എന്തായി മാറും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ദ ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ ഏർലി. ഗോ എന്തായിട്ട് ചേഞ്ച് ആവുന്നതാണ് നമ്മളവിടെ എഴുതേണ്ടത്. 4ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ പ്ലൂറൽ ഫോംസ് ഓഫ് ദ ഫോളോവിങ്. തന്നിരിക്കുന്നത് സിംഗുലർ ഫോമിലാണ്, അതിൻ്റെ പ്ലൂറലിലേക്ക് എഴുതുക. ബോയ് എന്തായി മാറുന്ന എഴുതണം, ട്രീ എന്തായി മാറുന്നും എഴുതണം. അടുത്തത് സെക്ഷൻ സി റൈറ്റിംഗ് ആണ്. അതും 10 മാർക്കിന് തന്നെയാണ്. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് ദ ലെസൺ ദ ബോയ് ഹു ഹാർനസ്ഡ് ദി വിൻഡ്. അപ്പോൾ ആ ബോയുടെയും വിൻഡിൻ്റെയും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്, വില്യമിൻ്റെ ചാപ്റ്ററില്ലേ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ചാപ്റ്ററിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ആയിരിക്കും എഴുതാനുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി നോക്കുക. 5 മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ റൈറ്റ് എ ഡയറി എൻട്രി ആസ് ചിബി അബൌട്ട് യുവർ ഡേ അറ്റ് സ്കൂൾ. ഓക്കെ, ചിബിയുടെ ഡയറി എൻട്രി ആണ്. ഒരു ദിവസത്തെ സ്കൂളിൽ പോയി വന്നതിന് ശേഷം അവൻ എഴുതുന്ന ഡയറി. ചിബിയുടെ ഡയറി എൻട്രി 5 മാർക്കിന് എഴുതുക. അടുത്തത് ലിറ്ററേച്ചർ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Answer the following question based on the lesson. What is the special talent that Chibi has in Crowboy? Crowboyയിലെ ചിബിയുടെ സ്പെഷ്യൽ ടാലൻറ്റ് എന്തായിരുന്നു? 2 മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്കില്ല, അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വേണ്ട. അടുത്തത് വാട്ട് ഡിഡ് വില്യം യൂസ് ടു ക്രിയേറ്റ് ദ വിൻഡ് മിൽ ഇൻ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. എന്തിനാണ് ആ വിൻഡ് മില്ല് ക്രിയേറ്റ് ചെയ്തത്? ഹൗ ഡസ് ദ പോയം ദ കളേഴ്സ് ഓഫ് ദി എർത്ത് ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ എർത്ത്. വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദ പോയം കളേഴ്സ് ഓഫ് ദി എർത്ത്. ഓക്കെ, ഇനി 8ാമത്തെ റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടേഴ്സ്.
ദ ബോയ് ഹു ക്രിയേറ്റഡ് എ വിൻഡ്മിൽ ടു ബ്രിങ് ഇലക്ട്രിസിറ്റി ടു ഹിസ് വില്ലേജ്. ആ ബോയുടെ പേര്, ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ എഴുതാനാണ്. വിൻഡ്മില്ല് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററാണ്, ആരാണ് ആ കുട്ടി എന്നുള്ളത്. അവൻ്റെ പേര് എഴുതാം. അടുത്തത് ബി, ദ ഷൈ ബോയ് ഹു സാറ്റ് അലോൺ ഇൻ ക്ലാസ് ആൻഡ് ഹാഡ് എ സ്പെഷ്യൽ ടാലൻറ്റ് ഫോർ മേക്കിംഗ് ബേർഡ് സൗണ്ട്. ഇതും നിങ്ങൾക്ക് ബേർഡ് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന്. ദ വില്ലേജ് വെർ ദ ബോയ് ഇൻ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് ലീവ്ഡ്. നെക്സ്റ്റ്, ദ ലെസൺ ഇൻ വിച്ച് ദ എർത്ത്സ് കളേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ബ്യൂട്ടിഫുള്ളി. ആ ലെസൻ്റെ പേര്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ 8 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി 8 ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 8 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കുക. വെച്ചതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക കേട്ടോ. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ്. ഒരു പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. Chibi was sitting near the edge of the village. Chibi wanted to be like the bird. He wanted to be free and carefree. Burdened or worried. Carefree പറഞ്ഞാൽ burdened or worried ആണ് opposite. Then crow boy. അടുത്തത് സെക്ഷൻ ബി, വൊക്കാബുലറി ആൻഡ് ഗ്രാമറിൽ നിന്നുള്ള ആൻസർ ആണ്. രണ്ടാമത്തെ, ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ബ്ലൂ, റണ്ണിങ്, സ്പെഷ്യൽ, ഫ്രം. തേർഡ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബിൽ വരുന്ന ആൻസർ. പ്ലെയിൻ തന്നിട്ടുണ്ടായിരുന്നത് പ്ലേസ് ആവും. അതുപോലെ തന്നെ ഇത് ഗോ അല്ല, ഇത് വെന്റ് ആണ് കേട്ടോ വരേണ്ടത്. വെന്റ് ആവും. റൈറ്റ് ദ പ്ലൂറൽ ഫോംസ് ഓഫ് ദി ഫോളോയിങ് ആണ്. ബോയ്സ്, ട്രീസ്. ഓക്കെ. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് ദ ലെസൺ. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡിനെ കുറിച്ച് ഷോർട്ട് പാരഗ്രാഫ് ആണ്. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് ഇസ് എ സ്റ്റോറി അബൌട്ട് വില്യം, a young boy from Malawi. Despite facing many challenges and a lack of resources, William used his imagination and found ways to create a windmill to bring electricity to his village. His determination and curiosity helped him solve problems and improve the lives of those around him. The story teaches us about the power of creativity, resilience and hard work. പിന്നെ ചിബിയുടെ ഡയറി എൻട്രി ആണ്. നമുക്ക് 2025 ജൂൺ 3 ഒരു ഡേറ്റ് കൊടുക്കുക. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ചിലവരൊക്കെ ഡയറി എഴുതുമ്പോൾ ഡയറീനെ സ്നേഹിച്ച് ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. അതൊന്നും വേണ്ട. Today was another quiet day at school. I sat alone, watching the other children play and talk. I wish I could join them, but I am not good at making friends. I felt lonely, but I remembered the bird I saw yesterday. Maybe one day I will find my place in this world, Chibi. ഓക്കെ, അപ്പോൾ ഈ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. നിങ്ങൾ മിനിമം ഒരു 5, 6, 7 സെൻറ്റൻസ് വരുന്ന ഒരു ഡയറി എഴുതുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ 5 മാർക്ക് അതിൽ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ലിറ്ററേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി ലെസൺസ്. ചിബി ഹാസ് എ സ്പെഷ്യൽ ടാലൻറ്റ് ഓഫ് മേക്കിംഗ് ബേർഡ് സൗണ്ട്. ഇത് വേണ്ട. ഈ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആവശ്യമില്ല. സി ക്വസ്റ്റ്യൻ, വില്യം യൂസ്ഡ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് ലൈക്ക് ഓൾഡ് വുഡ്സ് ആൻഡ് ബൈസൈക്കിൾ പാർട്സ് ടു ക്രിയേറ്റ് ദ വിൻഡ്മിൽ. കളേഴ്സ് ഓഫ് ദി എർത്ത് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടി ഓഫ് ദ എർത്ത് ത്രൂ വിവിഡ് ഇമേജറി സച്ച് എസ് ഗ്രീൻ ഗ്രാസ്, ദ ബ്ലൂ സ്കൈ ആൻഡ് ദ ബ്രൗൺ എർത്ത്. We learned that the earth is beautiful in its natural colors and that we should appreciate the diversity and beauty of the world around us. 7th ആൻസർ ആണ് പറഞ്ഞത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 8ാമത്തെ അതിൻ്റെ ആൻസേഴ്സ് ആണ്. വില്യം, ദെൻ ചിബി, മലാവി, കളേഴ്സ് ഓഫ് ദ എർത്ത്. ഇത്രയുമാണ് 8 ക്വസ്റ്റിൻ്റെ ആൻസർ. ആൻസർ കീ ആൻസേഴ്സ് നിങ്ങൾ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഹിന്ദിയുടെ ചെയ്യുന്നതായിരിക്കും. സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ബേസിക് സയൻസ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാം മലയാളം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.